ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. നമ്മളിൽ പലർക്കും വൈകുന്നേരം ചായ കുടിക്കുന്നത് ഒരു നിർബന്ധമുള്ള കാര്യമാണ്. എന്നാൽ ആ ചായ കൂടി ഒന്ന് മാറ്റിപ്പിടിച്ചാൽ രുചിയോടൊപ്പം തന്നെ നമ്മുടെ ചർമ്മത്തിനും നല്ലൊരു തിളക്കം കൂടി കിട്ടിയാലോ. അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ ക്യാരറ്റ് ജ്യൂസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരു വലിയൊരു ക്യാരറ്റാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് ബ്ലെൻഡാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം, അതിലോട്ട് ക്യാരറ്റ് ചേർത്തി കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടോ, ചേർത്തേ പറ്റുള്ളൂ, എന്നുവെച്ചാൽ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തി കൊടുക്കാം. ഇനി ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഐസ് വാട്ടറാണ് ഉപയോഗിക്കുന്നത്. അതും കൂടി ചേർത്തി കൊടുത്ത് നന്നായി ഫൈനായിട്ട് തന്നെ ബ്ലെൻഡാക്കി എടുക്കാം. ഒരു മിനിറ്റിൽ തന്നെ നമുക്കിത് നന്നായിട്ട് ഫൈനായിട്ട് അരഞ്ഞു കിട്ടും കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്താൽ നമ്മുടെ ക്യാരറ്റ് ജ്യൂസ് കുടിക്കാൻ കൂടുതൽ രസമായിരിക്കും. കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഫീൽ കിട്ടാൻ ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും. അരിച്ചെടുക്കുമ്പോൾ സ്പൂൺ വെച്ച് ഒന്ന് അമർത്തി കൊടുത്താൽ ആ നീര് മുഴുവനായി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മുഴുവനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അര ഗ്ലാസും കൂടിയും ഐസ് വാട്ടർ കുറച്ചും കൂടിയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. കണ്ടല്ലോ, നല്ല ഉഷാറ് കളറല്ലേ ഇതിന്. ക്യാരറ്റിൻ്റെ ആ ഒരു നാച്ചുറൽ ഓറഞ്ച് നിറം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നമ്മൾ വേറെ കളറൊന്നും ചേർക്കേണ്ട കാര്യമേ ഇല്ല. ഇനി നമുക്ക് ഇതാ സെർവ് ചെയ്യാം. നല്ലൊരു വൈബ്രൻറ്റ് ലുക്കാണ് ഇതിനുള്ളത്. അപ്പോൾ ഇത്രയുള്ള കാര്യം, നല്ല ഒന്നാം തരം ക്യാരറ്റ് ജ്യൂസ് റെഡി. വൈകുന്നേരം ചായക്ക് പകരം ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നവർക്ക് ഇത് അടിപൊളിയായിരിക്കും. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ തീർച്ചയായും ഇഷ്ടപ്പെടും. കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.